നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ പ്രദേശങ്ങളിൽ RT-PCR പരിശോധനകൾ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, 15-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇന്നു മുതൽ പരിശോധനകൾ കർശനമാക്കും. മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം. അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. മത്സ്യത്തൊഴിലാളികൾ മെയ് 14-ന് മുൻപ് തന്നെ പൂർണ്ണമായും കടലിൽ പോകുന്നത് ഒഴിവാക്കണം. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് മെയ് 14-ന് മുൻപ് അടുത്തുള്ള സുരക്ഷിത തീരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകണം. ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം. സ്വർഗത്തിൽ വന്നൊരു കനി നീട്ടി ഞങ്ങളെ ദുഃഖക്കടലിലറിഞ്ഞു. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴ ലഭിക്കാനാണ് സാധ്യത. പ്രകൃതിയെ നമ്മൾ തന്നെയല്ലേ നശിപ്പിക്കുന്നത്, അനുഭവിക്കാണ്ടിരിക്കില്ല. അനുഭവിച്ചോ. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു.